ഈ ധനമന്ത്രി എന്ന സ്ഥാനത്തോടെ നമുക്കൊരു അലങ്കാരത്തോട് താല്പര്യമില്ല. പക്ഷെ അത് നമുക്കുണ്ടാക്കിയ ടെൻഷനുകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഒക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട്? ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഹാർട്ട് ഓഫ് പിന്നെ ഞങ്ങളുടെ പ്രവർത്തനത്തിലെ പോരായ്മയും ഞങ്ങളുടെ ശൈലിയിലെ പോരായ്മ, അതുപോലെ ജനങ്ങളുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള ഞങ്ങളുടെ പോരായ്മ. ഐഷപ്പറ്റി ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ പതറിയെന്നുള്ളതല്ല, ഞാൻ ഈ വളരെ ഇത്തരം കാര്യങ്ങളിൽ ആളുകളോട് വൈരാഗ്യത്തോട് പെരുമാറുന്ന സ്വഭാവമൊന്നുമില്ല. എല്ലാ അവസാന വർഷം എന്ന് പറയാൻ പറ്റത്തില്ല. ബൈപ്പാസ് സത്യത്തിൽ 2ാം വർഷം കഴിഞ്ഞ് തുടങ്ങിയതാണ്. ഈ 3 വർഷം എടുക്കും ലാൻഡ് എടുക്കാനുള്ള. അതുകൊണ്ട് നടപടിക്രമത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവസാന വർഷം പ്രഖ്യാപിച്ച ചില പദ്ധതികളുണ്ട്. നമസ്കാരം, മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് KN ബാലഗോപാൽ MLA ആണ്. കഴിഞ്ഞ 5 വർഷം ധനമന്ത്രിയായിരുന്നപ്പോഴും മീഡിയ വിഷനുമായി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നമ്മളോട് വിലയിരുത്തുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. വലിയൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളം ആകെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്കും ചർച്ച ചെയ്യേണ്ടത്. എന്തായിരിക്കും ഇടതുമുന്നണിക്കുണ്ടായി തോൽവിയുടെ ഒരു പ്രധാന കാരണം? എന്തായിരിക്കും? ഇടതുമുന്നണിക്കുണ്ടായ തോൽവി അപ്രതീക്ഷിതമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും വലിയ തോൽവി സാധാരണഗതിയിൽ ഒരു 2 ടൈമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അധികാരത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഒരു സംഭവ ചരിത്രമാണ്. ഇതുവരെ അങ്ങനെ 5 വർഷം അല്ലാതെ ആരും ഇരുന്നിട്ടില്ല. സ്വാഭാവികമായും 10 വർഷം കഴിയുമ്പം ഭരണവിരുദ്ധ വികാരം പ്രകടമായിട്ടില്ലെങ്കിലും 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന പലവിധ ചിന്തകളുണ്ടാവും ആളുകളുടെ മനസ്സിൽ. അതുകൊണ്ട് തോക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ സംഭവിക്കാവുന്നതാണ്. പക്ഷെ നല്ല തോൽവിയാണ് ഉണ്ടായത്. ആ നല്ല തോൽവിയാണ് ഉണ്ടായതെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്കത് ഞങ്ങൾക്കുണ്ടായ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാനും ഞങ്ങളുടെ പ്രവർത്തനത്തിലെ പോരായ്മയും ഞങ്ങളുടെ ശൈലിയിലെ പോരായ്മ, അതുപോലെ ജനങ്ങളുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള ഞങ്ങളുടെ പോരായ്മ, ഇതെല്ലാം ചേർന്നതാണ്. അല്ലാതെ എല്ലാമല്ല. ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമാണ്. ആളുകളുടെ ജീവിത നിലവാരം. പക്ഷേ അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും നമുക്കെതിരെ വരുന്ന ഒറ്റപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടത്ര അഡ്രസ്സ് ചെയ്യാനോ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനോ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പല കാര്യങ്ങൾ ചേർന്നുകൊണ്ടാണ്. പിന്നെ 10 വർഷം ആകുമ്പോൾ പ്രവർത്തനത്തിലും ഒരു ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മാത്രമല്ല, ഗവൺമെന്റും വികസനമല്ല, പാർട്ടി LDF എന്ന നിലയിലുള്ള പ്രവർത്തനം, ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അതിനകത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യം, ഇതൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ അടുത്തേക്ക് നമ്മൾ എത്ര ആൾ ചെല്ലുന്നതിനേക്കാൾ മുമ്പ് വിവരങ്ങളെത്തും, തെറ്റായ വിവരങ്ങളെത്തും. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്തായാലും ഞങ്ങൾ ഈ തോൽവി ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ വാണിംഗാണ്, പാഠമാണ്. ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് പോയി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവരിൽ നിന്നും കൂടുതൽ കേൾക്കുകയാണ്. ഞങ്ങൾ ഒറ്റ വാക്കിലൊന്നും മറുപടി പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു മറുപടിയൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി മുതൽ ഞങ്ങളുടെ താഴെ ഘടകമായ പാർട്ടി ബ്രാഞ്ച് വരെയുള്ള സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യുക. പാർട്ടി എന്ന നിലയിൽ LDF എന്ന നിലയിൽ അങ്ങനെ എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യുകയും ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയും ഞങ്ങളുടെ പോരായ്മകൾ പരിശോധിച്ചിട്ട് മനസ്സിലാക്കി അത് തിരുത്തുവാനും ജനങ്ങളുടെ കൂടുതൽ വിശ്വാസം ആർജിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ചെയ്യാവുന്ന പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കത് നന്നായിട്ട് ആളുകളുടെ അടുത്ത് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ജനങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് വിമർശനമുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ടാവും. അതെല്ലാം ചേർന്നുകൊണ്ട് തന്നെ ഇതെല്ലാം ജനങ്ങളുടെ അടുത്ത് സംസാരിച്ച് പ്രശ്നങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി എങ്ങനെ കൂടുതൽ ജനകീയമാകാമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. മാറ്റം അനിവാര്യമാണ്. പക്ഷെ അത് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത്? മാറ്റം അനിവാര്യം എന്ന് പറയുമ്പം ഒറ്റയടിക്കെല്ലാം തെറ്റായിപ്പോയി മാറിയെന്നല്ല. ഈ ആളുകളൊക്കെ തന്നെയാണല്ലോ, കേരളത്തിലുള്ള ഈ ആളുകൾ തന്നെയാണല്ലോ, ജനങ്ങൾ ഇത് തന്നെയാണ്, രാഷ്ട്രീയ പാർട്ടികൾ ഇത് തന്നെയാണ്. പ്രതിപക്ഷം അതെ, ഭരണപക്ഷം പ്രതിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നുള്ളത് കേരളത്തിൽ വലിയ അത്ഭുതമൊന്നുമല്ല. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ രീതികളിലും ശൈലിയിലും ആയിരിക്കും മാറ്റം ഉണ്ടാവുക. അതിനകത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലായിരിക്കും, കുറച്ചുകൂടി ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലായിരിക്കും, ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരെയും കൂടെ നല്ല വിശ്വാസമെടുത്ത് ബോധ്യപ്പെടുത്തി ചെയ്യുന്ന കാര്യത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാറ്റം എന്താ എന്നുള്ളത് വെറും ആപേക്ഷികമായിട്ട് ചുമ്മാതൊരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരുപക്ഷെ ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ഖജനാവിനെ പൂച്ചപറ്റി കിടക്കുന്ന ഖജനാവെന്ന് വിശേഷിപ്പിച്ച ഒരാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ. അദ്ദേഹം ഒരു ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കാണുന്നു? ധനകാര്യമന്ത്രി എന്ന നിലയിൽ 5 വർഷം വളരെ സമ്മർദ്ദമുള്ള ഒരു ഘട്ടം തന്നെയായിരുന്നു. പല കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനങ്ങളോടുള്ള ഒരു നിഷേധാത്മകമായ നിലപാടുള്ള ഒരു ഘട്ടം ഇപ്പോഴായിരുന്നു. അത് നിങ്ങൾക്കറിയാം, സുപ്രീം കോടതി കേസ് പോയതും ഞാൻ മാത്രമല്ല, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ വലിയ തോതിൽ നേരിട്ടിരുന്നു, കോൺഗ്രസ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം എല്ലാം ഉണ്ട്. കഴിഞ്ഞ LDF ഗവൺമെൻറ് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. കോവിഡിൻ്റെയും പിന്നെ പ്രളയത്തിൻ്റെയും ഒക്കെ ദുരിതകാലത്തിൻ്റെതായ ബാധ്യതകൾ ഉൾപ്പെടെ
അന്ന് ചെയ്തത് ഈ ഗവൺമെൻറ് മേലാവുന്നത്. അപ്പോൾ ഇതെല്ലാം വന്നപ്പോൾ കൃത്യമായ ഒരു കണക്കനുസരിച്ചിട്ട് പ്രതിപക്ഷം മാത്രമല്ല എല്ലാ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരും കരുതിയത് ഒരു 3-ാം വർഷം ഖജനാവ് നിന്നുപോകും. അത്രയ്ക്കും ഒരു ക്രൈസിസ് ആയിരുന്നു. അപ്പോൾ ആദ്യം വന്നപ്പോൾ തൊട്ട് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും ഈ ഖജനാവ് നിന്നു പോകുന്നതിലാണ്. പക്ഷെ അവരുടെ ആ പ്രതീക്ഷ നടന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആകെ 1,15,000 കോടിയായിരുന്നു തൊട്ടുമുമ്പത്തെ ഗവൺമെൻറ്റിലെ ശരാശരി ഒരു വർഷത്തെ ചെലവെങ്കിൽ 1,70,000 കോടിയിൽ 75,000 കോടിയോളം ശരാശരി ചെലവിലേക്ക് വർദ്ധിക്കുകയും നമ്മുടെ ആഭ്യന്തര വരുമാനം നേരത്തെ ഉള്ള 54,000 കോടിയിൽ നിന്ന് 1,04,000 കോടിയിലേക്ക് വാർഷികമായിട്ട് വർദ്ധിക്കുകയും ചെയ്തത് കൊണ്ടാണ് നമുക്ക് പിന്നെ ഒരു സ്മൂത്തായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും സ്ഥലത്ത് പണം കിട്ടാത്ത ഒരു പ്രശ്നം വന്നില്ല. പക്ഷെ നിരന്തരമായി ഇങ്ങനൊരു സ്ഥിതി പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ട്, സത്യപ്രതിജ്ഞത്തിന് മുമ്പ് തന്നെ പുതിയ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷവും അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഖജനാവ് പൂച്ച വെച്ച് കിടക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ശ്രീ ഏക്കാരനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു, നിങ്ങൾ പാപ്പരാണ് കേരളം, അതുകൊണ്ട് നിങ്ങൾ ഈ ജനങ്ങൾ ഇപ്പോൾ കൈപ്പുനീര് കുടിക്കേണ്ടി വരും, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പ്രഖ്യാപിക്കരുത്. കാരണം ശ്രീ ഏക്കാരണിക്ക് അറിയാം 5 ഗ്യാരണ്ടികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാനെന്നാലും ശ്രീ ഏക്കാരണി വളരെ ബഹുമാനാണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭിപ്രായത്തിലൊക്കെ തക്കമുണ്ടെങ്കിലും വളരെ സീനിയറാണ്. ഞാൻ പറഞ്ഞു അങ്ങയുടെ വീട്ടിൽ വന്ന് എന്നെ ഒന്ന് വിശദീകരിക്കാൻ അനുവദിച്ചാൽ ഞാൻ വന്ന് കാര്യങ്ങൾ പറയാം. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെ ഖജനാവ് വല്ലാത്ത കടുത്ത പ്രതിസന്ധിയിലല്ല. ആകെ എടുക്കുന്ന കടം തന്നെ കുറഞ്ഞു ഈ 5 വർഷക്കാലം. ഗവൺമെൻറ് തരുന്നുമില്ല. സാമ്പത്തികമായി ഏപ്രിൽ 1 ഞാൻ ഇവിടെ പത്രസമ്മേളനം നടത്തുന്നത് കൊട്ടാരക്കരയിൽ. അന്ന് ഞാൻ പറഞ്ഞു 4,000 കോടി രൂപ അധികമുണ്ട്. ക്യാഷ് ബാലൻസാണ് ഞങ്ങൾ 2 തരത്തിൽ നോക്കും. ഗവൺമെൻറ്റിൽ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും കാണും. ഒന്നാമത്തെ ഗവൺമെൻറ് മുതൽ ഇപ്പോൾ വരെ എടുത്തേക്കുന്ന ബോറോയിങ്ങിൻ്റെ ഒക്കെ കാണും. അതെല്ലാം ഒരു വശമാണ്. പക്ഷേ നമ്മുടെ ലിക്വിഡ് ക്യാഷ് ബാലൻസ് ആണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 1 4,000 കോടി ഉണ്ടെന്നാണ് ഞാൻ കൊട്ടാരക്കര നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നീട് അത് കറക്റ്റ് ചെയ്തെല്ലാം വന്നപ്പോൾ 6,300 കോടിയുണ്ട്. കാരണം AGയുടെ കണക്ക് വേണം. അപ്പോൾ ഈ കണക്ക് ഞാൻ കൃത്യമായുള്ള കണക്കാണ്, നമുക്ക് എഴുതി തയ്യാറാക്കാൻ പറ്റുന്നല്ലോ, കൃത്യമായുള്ള കണക്കാണ്. അപ്പോൾ ഈ കണക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആദ്യം തന്നെ ഈ ഖജനാവിൽ പണമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്തായാലും നിങ്ങൾ കയ്പുനീര് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ ഈ അക്കാദമി പറഞ്ഞെങ്കിലും ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം 2-3 കാര്യങ്ങൾ അനൗൺസ് ചെയ്തു. ഒന്ന്, ഈ ആശാംഗൻവാടിക്കാർക്കൊക്കെ ചെറിയൊരു അതൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ, ഫിനാൻസിൽ നിന്നുള്ള വിവരം കിട്ടില്ലേ. രണ്ടാമത് അനൗൺസ് ചെയ്തത് പെൻഷനാണ്. ക്ഷേമ പെൻഷന് 1,100 കോടിയോളം രൂപ അവിടെ കിടക്കുന്നത് എടുത്തു കൊടുക്കാനാണ്. നമ്മുടെ ഈ പറഞ്ഞ മിച്ചം കൂടാതെ തന്നെ നമ്മുടെ പെൻഷൻ കമ്പനി വേറെ പണം ഉണ്ടാകും, അതെടുത്തു കൊടുത്തു. പിന്നെ ട്രാൻസ്പോർട്ട് യാത്രയ്ക്ക് വനിതകളുടെ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് പറയുന്നതെല്ലാം ഈ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പൂച്ച വെറ്റ് കിടക്കല്ല. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ട്രോളുകൾ വന്നത്. പൂച്ച വെറ്റ് കിടക്കുന്നതല്ല, പൂച്ച അവിടുന്ന് പെട്ടിക്കകത്ത് പണവുമായിട്ട് വരുന്ന പൂച്ചകളാണ് കേരളത്തിലെ ഖജനാവിലെന്ന്. അത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നന്നായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇതേ സമയത്ത് തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഡെവലപ്മെന്റ് ഉണ്ടായി. ഒരു വ്യക്തി, എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ, ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്ന് അറിഞ്ഞൂടാ, അതിന് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരിക്കും, നമുക്കെതിരായിട്ട് ഉപയോഗിക്കാനാണോ അനുകൂലമായിട്ട് ഉപയോഗിക്കാനാണോ ചോദിച്ചതെന്ന് അറിഞ്ഞൂടാ. റിസർവ് ബാങ്കിൽ നിന്ന് ഒരു പബ്ലിക് നമ്മുടെ വിവരാവകാശ രേഖ അനുസരിച്ചിട്ട് ചോദിച്ചു എന്താ ബാലൻസ്. അവർ പറഞ്ഞു 5,400 കോടി രൂപ ക്യാഷ് ബാലൻസ് ഉണ്ട്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞ 6,300 വേറെ പണമുണ്ടോ, അത്രയും പണം ഉണ്ടെന്ന് ഇപ്പോൾ തെളിഞ്ഞു. ആ പണം വന്ന് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് പൂച്ചവെച്ച് കിടക്കുന്ന കഥ പറയുന്നത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഏറ്റവും നന്നായി കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നന്നായി ഇത്തരം ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്, മാനേജ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് നല്ല കാര്യങ്ങൾ. ഇത് ഞാൻ മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടുകൾ, CNTG റിപ്പോർട്ടിൽ, റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിലൊക്കെ ഇന്ത്യയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത 4-5 സ്റ്റേറ്റുകളിൽ ഒന്നായിട്ടാണ് കേരളം വരുന്നത്. ഫിസ്ക്കൽ കൺസോളിഡേഷൻ്റെ കാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിനകത്ത്, മെച്ചപ്പെടുത്തലിൻ്റെ കാര്യത്തിനകത്ത് വളരെ മുൻപന്തിയിലാണ് നമ്മളും തന്നെയാണ് വന്നേക്കുന്ന കണക്കുകൾ. അതുകൊണ്ട് അവർ പറ്റാത്ത ഗ്യാരണ്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നോക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങളും ഞങ്ങൾ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി തന്നെയാണ് കേരളം ഉള്ളത്. അത് നമ്മുടെ നാട്ടിലെല്ലാം നിങ്ങൾക്ക് നടന്നാൽ അറിയാവുന്നതാണ്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനമായ വിഴിഞ്ഞം പദ്ധതി ഈ 5 വർഷക്കാലത്ത്, ഞങ്ങളുടെ തൊട്ടമുമ്പത്തെ 5 വർഷക്കാലത്തിലാണ് അതിൻ്റെ സ്പെൻഡിങ് മുഴുവനും നടന്നത്, മഹാഭൂരിപക്ഷം നടന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു എയ്ഡുമില്ല, ഫണ്ടുമില്ല. ഈ ദുരിതം ബുദ്ധിമുട്ടുള്ള കാലത്തിനിടയിൽ ആളുകളുടെ വികസനവും കാര്യങ്ങളും എല്ലാം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങളും പെൻഷൻകാരുടെ കാര്യങ്ങളും നോക്കി. അതോടൊപ്പം വിഴിഞ്ഞം പോലൊരു തുറമുഖം ഒറ്റയ്ക്ക് കേരളം മുടക്കേണ്ട മഹാഭൂരിപക്ഷം വരുന്ന പണം കേരളവും ബാക്കി കൺസർവേഷൻ അദാനി കമ്പനിയാണ്, അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 1000 വർഷത്തേക്കുള്ള ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റിൽ പെട്ടതാണ് ഈ വിഴിഞ്ഞം. അതുൾപ്പെടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ എല്ലാ മേഖലയ്ക്കും ഉണ്ടായ നേട്ടങ്ങളുടെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് വിഴിഞ്ഞം. ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞതാണ് ഞങ്ങളുടെ 5 വർഷക്കാലം. അതുകൊണ്ട് ഈ ഖജനാവിനകത്തൊന്നും ഇല്ല എന്നുള്ള
കാര്യങ്ങൾ പറഞ്ഞാതൊന്നും അത് നടക്കാൻ പോകുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുക. ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ എല്ലാ ക്രിയാത്മകമായ സഹകരണവും ഞങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ധവളപത്രം ഒരു കുറ്റപത്രമാക്കാനുള്ള ശ്രമം പാടുമെന്നാണ് പറയുന്നത്. എന്തായാലും ധവളപത്രം വരട്ടെ. ധവളപത്രം വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടുമല്ലോ. ധവളപത്രം വരുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ധവളപത്രം എന്ന് പറയുന്ന പ്രയോഗം തന്നെ. അതിനകത്ത് കാര്യങ്ങൾ വരട്ടെ. ഇപ്പോൾ ഇന്നും ചില പത്രങ്ങളിൽ, പ്രമുഖമായ ഒരു മലയാള പത്രത്തിൽ, മലയാള മനോരമയിൽ ഇന്ന് കിടക്കുന്നു, ഈ കടമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മിച്ചമുണ്ടെങ്കിലും ഈ കടമെന്ന് പറയുന്നത് ഓരോ വർഷവും എടുക്കാവുന്ന കടത്തിന്റെ പരിധിക്കകത്ത് കടമെടുക്കാൻ ഗവൺമെന്റിന് പറ്റും. ആ കടമെടുക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു പ്രോസസ്സാണ്. അത് നമ്മുടെ എസ്റ്റിമേറ്റ് ഉള്ളതാണ്, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഉള്ളതാണ്. ആ കടമെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇനി ഇഷ്ടം പോലെ അധികം കടമെടുക്കാൻ പറ്റില്ല, ആ ലിമിറ്റേ പറ്റൂ. അപ്പോൾ കാശ് മിച്ചമുണ്ട് എന്നുള്ളത് ഇപ്പം വന്നപ്പോൾ ഇനി അതിനെ എന്തോ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള KPCCയുടെ ചില സ്റ്റേറ്റ്മെന്റ് ഇന്ന് വന്നിട്ടുണ്ട്. ഇതൊന്നും കൊണ്ട് കാര്യമില്ല. ജനങ്ങളുടെ മുന്നിൽ വസ്തുത പറയണം. ഞങ്ങൾ ഒരു ഗവൺമെന്റ് വന്ന ഉടനെ അവരെ അടച്ചാക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ഇല്ല. വ്യക്തിപരമായി ഞാൻ ആ ശീലക്കാരനെ അല്ല. പക്ഷെ അവർ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വസ്തുതകൾ പറയാൻ പറ്റും. നമ്മൾ തിരഞ്ഞെടുപ്പ് ഒന്ന് നോക്കിയാൽ 13 മന്ത്രിമാരും പരാജയപ്പെട്ട തിരഞ്ഞെടുപ്പ്. കൊട്ടാരക്കരയിൽ അങ്ങേക്ക് ജയിക്കാനും കഴിഞ്ഞു. അപ്പോൾ UDFന്റെ ആദ്യ വിസ്മയം എന്ന നിലയിലാണ് ഐഷ പോറ്റി അവതരിപ്പിച്ചത്. ഐഷ പോറ്റി ഒരു ഓപ്പോസിറ്റിൽ വന്നപ്പോൾ, ഒരു എതിരാളിയാണെന്നറിഞ്ഞപ്പോൾ ഒന്ന് പതറിയോ? ഐഷ പോറ്റി ഒരു പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ പതറി എന്നുള്ളതല്ല, വല്ലാത്ത വിഷമമാണ്. കാരണം പിന്നിൽ നിന്ന് കുത്തിയതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ 15 വർഷക്കാലം MLA ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ജയിക്കുന്നു. അതിനുമുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ആദ്യം അവർ മത്സരിക്കുമ്പം 24 വോട്ട് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതിനുശേഷം അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി. ഞങ്ങളെല്ലാം പാർട്ടി ലീഡർഷിപ്പാണ്. ഞാൻ പിന്നെ SFIയുടെ സമയത്ത് തന്നെ ഞാൻ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. അതിനുശേഷം അവർ ഇവിടെ മത്സരിച്ചു. 2 തവണ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചാർജ് ഞാൻ തന്നെയാണ്, പ്രധാന ചാർജ് സ്റ്റേറ്റ് കമ്മിറ്റി എന്നുള്ളത്. 3ാമത്തെ പ്രാവശ്യം മത്സരിക്കുമ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടറിയാണ്. അന്നും അവരുടെ പേര് പ്രപ്പോസ് ചെയ്ത് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ഞാനാണ്. അന്നും ഇവിടെ ചുമതലയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പം കണക്കെടുത്താൽ സാക്ഷാൽ EK നായനാർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു പരിഗണന കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നല്ല വ്യക്തിപരമായ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടെ അവരെ എടുക്കുകയും ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. മഹിളാ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവാണ്. അങ്ങനെ ഒരാൾ പെട്ടെന്ന്, എനിക്കതിൻ്റെ ഓർമ്മയുണ്ട്, ജനുവരി 13-ാം തീയതി രാജ്ഭവൻ്റെ മുന്നിൽ നടക്കുന്ന, ഇപ്പോൾ ലോക്ഭവനാണ്, അന്നത്തെ രാജ്ഭവൻ്റെ മുന്നിൽ നടക്കുന്ന സമയത്തേക്ക് അവർ ചെല്ലുകയാണ്. സത്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. അതിനകത്തൊരു വിഷമത്തിൻ്റെ പ്രശ്നമല്ല, അതൊരു മാതൃകയല്ല എന്ത് ന്യായം പറഞ്ഞാലും. കാരണം ഇത്രയും ഒരു പ്രസ്ഥാനത്തിനകത്ത് ഇത്രയും കാലം നിൽക്കുമ്പോൾ അവരത് ചെയ്ത് ശരിയായൊരു കാര്യമില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ നിൽക്കുന്ന അങ്ങനെ ഒരാൾ പോകുമ്പം വിസ്മയോ എന്നൊക്കെ അവർ പറഞ്ഞാലും അതൊരു വിസ്മയമല്ല, വല്ലാത്തൊരു ഞെട്ടലാണ് ഞങ്ങളുടെ ആൾക്ക് ഉണ്ടാക്കിയത്. പേടിയല്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരാൾ നിങ്ങളൊരാൾ എന്നെ തള്ളി പറയുമെന്നൊക്കെ പണ്ട് പറയുന്നത് പോലെ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരു പ്രസ്ഥാനത്തെ, പാർട്ടിയെ. അതൊരിക്കലും ശരിയായ കാര്യമല്ല. അങ്ങനത്തെ റീസൺസും ഒന്നുമില്ല. പിന്നെ അതുണ്ടാക്കിയൊരു വിഷമമുണ്ട്. സ്വാഭാവികമായും ആ വിഷമം ഞങ്ങളെ ഇങ്ങനെ കാലുവാരി അല്ലെങ്കിൽ ഒരു വഞ്ചനാപരമായ നിലപാടെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം ഉൾക്കൊള്ളാൻ ഈ നാട്ടിലെ സാധാരണ ഇടതുപക്ഷ പ്രവർത്തകർക്ക് മാത്രമല്ല പറ്റാത്ത, സാധാരണ മനുഷ്യർക്കും പറ്റില്ല എന്ന് ഞാൻ കരുതുന്നത്. കാരണം എന്താ, നമ്മളെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ, ഒരു പ്രിൻസിപ്പൾ അനുസരിച്ച് ജീവിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ശീലം തന്നെ അതാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ല. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇത്രയും ഒരു കുത്തൊഴുക്ക് വന്നിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിലൂടെ പിടിച്ചിരിക്കാൻ പറ്റിയത്. കാരണം കുത്തൊഴുക്ക് തന്നെയായിരുന്നു. എന്തൊക്കെ റീസൺ ആണെങ്കിലും കുത്തൊഴുക്കായിരുന്നല്ലോ. അതിന് പല റീസൺസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അവർ മാറി. ഞാനന്ന് നിങ്ങളുടെ മുന്നിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താ, ഒരു ജ്യേഷ്ഠ സഹോദരി, നമ്മുടെ എല്ലാ പരിഗണനയും കൊടുത്തൊരു ജ്യേഷ്ഠ സഹോദരി നമ്മളെ തള്ളി തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി നമ്മുടെ വീട് തകർക്കാനും കത്തിക്കാനും ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമവും ഞെട്ടലുമുണ്ട്. അതാണുള്ളത്. അത് എന്തൊക്കെ അവർ പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാറില്ല. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അത് തന്നെയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നതിനേക്കാളും വളരെ മോശമായിട്ട് അവർ നിന്നിരുന്ന 15 വർഷക്കാലം MLA ആയ 10-25 വർഷക്കാലം വിവിധ വേദികൾ പിന്നെ പ്രവർത്തിച്ചിരുന്ന ഈ പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ എത്രയോ മോശമായിട്ടാണ് അവരിപ്പോൾ പ്രസംഗിക്കുന്നത്. അതൊക്കെ അവരെപ്പറ്റി ആളുകൾ ധരിക്കുമല്ലോ. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. വേറെ ഞങ്ങളതല്ലാതെ വേറൊരു കാര്യവും പിന്നെ പറയാൻ പോയില്ല. ഒരിക്കലും ചെയ്യില്ല എന്ന് നമ്മുടെ കുടുംബത്തിനകത്തെ ഒരാൾ ആ കുടുംബത്തിന് തീടുന്ന പോലെ രഹസ്യമായി ചെയ്യുന്ന പോലെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കാൻ പാടില്ല ആരായാലും. അക്കാര്യം തന്നെയാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ കേരളമെമ്പാടും ഈ പറഞ്ഞ പോലെ ഒരു ഒഴുക്കായി 13 മന്ത്രിമാർ തോറ്റുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. 12 മന്ത്രിമാർ തോക്കുമെന്ന് നേരത്തെ മുൻകൂട്ടി പ്രവചിച്ച, ഇപ്പം നമ്മുടെ ഇവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള അറ്റുവാശ്ശേരി ജ്യോത്സ്യൻ, പിന്നെ പാഴൂർ പടിപ്പുര, ഇതുപോലെയൊക്കെയുള്ള ജ്യോത്സ്യം പോലെ പ്രവചിച്ച ഒറ്റയാളേ ഉള്ളൂ CVD സതീശൻ. എങ്ങനെയാണ് അദ്ദേഹം പ്രവചിച്ചതെന്നുള്ള സംശയം ഇപ്പോൾ ആൾക്ക് വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ വരുന്ന കണക്കനുസരിച്ചിട്ട് ഈ മന്ത്രിമാരെ
പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിച്ച് തോൽപ്പിക്കണമെന്നൊരു ധാരണ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP-യുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ BJP സ്റ്റേറ്റ് അടിസ്ഥാനത്തിലെടുത്ത സമീപനത്തെ പറ്റിയുള്ള കണക്കുകൾ കൃത്യമായി വന്നുകൊണ്ടിരിക്കുക. കേരളത്തിലെ ഇടതുപക്ഷത്തിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് BJP-യെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇടതുപക്ഷമാണ് അവർക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള തലവേദന. കോൺഗ്രസ് ശക്തിപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു വശത്തു കൂടി ഞങ്ങളും BJP-യും തമ്മിലുള്ള ഒരു ഡീലെന്ന് പറഞ്ഞിട്ട് അത് വലിയ പ്രചരണം നടത്താൻ അവർക്ക് എടുക്കണ്ടേ. ഞാനത് പിന്നെ നേരത്തെ പറഞ്ഞു, കനകോലുവിൻ്റെ ടീം അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അവർക്ക് നല്ല സോഷ്യൽ മീഡിയ സെറ്റപ്പും ഉണ്ടായിരുന്നു, എല്ലാവരെയും സ്വാധീനിക്കാൻ പറ്റി. അങ്ങനെ വലിയ ക്യാമ്പയിൻ, ഓരോ ക്യാമ്പയിൻ. ഇപ്പം കൊട്ടാരക്കര ആശുപത്രിയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ കേരളത്തിന് മൊത്തം പ്രശ്നമാക്കുന്നത് എങ്ങനെയെന്നുള്ളത് അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ റിസർച്ച് ആയിരുന്നു എന്ന് അവർ പറഞ്ഞു. അതായത് ഒരു സ്ത്രീയുടെ വയറ്റിൽ എന്നാണ് കത്രിക വന്നതെന്നുള്ള ഒരു പ്രശ്നം അവിടെ കിടക്കട്ടെ, അത് മൊത്തം ആളുകൾക്കും തോന്നുക എൻ്റെ വയറ്റിൽ കത്രിക ഉണ്ടോ എന്ന് തോന്നുന്ന തരത്തിലേക്ക്, ഒരു ഭയപ്പെടുത്തുന്ന തരത്തിലേക്കുള്ളൊരു ക്യാമ്പയിൻ. ഇത്തരം ക്യാമ്പയിനുകൾ ഓരോന്ന് വന്ന് നമുക്കെതിരെ വന്നു. ഈ ക്യാമ്പയിൻ്റെ കൂടെയാണ് പിന്നെ ഇടതുപക്ഷം BJP-ക്ക് അടുത്തേക്ക് പോകുന്നു. BJP ആയിട്ടൊരു പാക്റ്റാണ്. അപ്പോൾ PM ശ്രീ തുടങ്ങിയ കാര്യം വാസ്തവത്തിൽ PM ശ്രീ ഞങ്ങൾ നടപ്പിലാക്കേണ്ട തീരുമാനിച്ചാണ്. കോൺഗ്രസ് 3 സ്റ്റേറ്റിൽ ഭരണമുണ്ട്, അവിടെ എല്ലാം നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞ് തെറ്റായി പ്രചരിപ്പിച്ചു. പക്ഷേ അതേസമയം മറുവശത്ത് കൂടി BJP-ക്ക് ഇടതുപക്ഷം ദുർബലമാവുന്നതാണ്, കോൺഗ്രസിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അവരത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സീറ്റും നോക്കിക്കോളൂ. കൊട്ടാരക്കര തന്നെ ഞങ്ങൾ ഇവിടുത്തെ സീറ്റിനകത്ത് വാർഡുകൾ എടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1ാം സ്ഥാനം BJP ജയിച്ച വാർഡുകളിൽ അവർ 2ാം സ്ഥാനം എങ്കിലും ആവണ്ടേ അസംബ്ലിയിൽ, 3ാം സ്ഥാനത്ത് പോയി. കോൺഗ്രസ് 1ാം സ്ഥാനത്ത് വരുന്നു. പത്തനാപുരം മണ്ഡലത്തിൽ 7000 വോട്ട് നേരെ BJP-യുടെ പോയതിന് കണക്കുണ്ട്. ചടയമംഗലത്തുണ്ട്, ഇരവിപുരത്തുണ്ട്, കൊല്ലം ജില്ലയിൽ. ഇങ്ങനെ 13-12 സ്ഥലത്തും തോക്കാൻ ഏർപ്പാട് ചെയ്ത ഒരാൾക്കല്ലാതെ 12 സീറ്റിൽ തോക്കുമെന്ന് പറയാനുള്ള ഒരു ടെക്നോളജി ഇപ്പോൾ ഇല്ല. അത് VD സതീശൻ പറഞ്ഞെന്താണെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാവും. അപ്പോൾ അതിപ്പോൾ ആളുകൾ പറയുന്നുണ്ട് 13 മന്ത്രിമാർ പരാജയപ്പെട്ടു, വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായി. തിരിച്ചടി ഞങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷെ അത് എല്ലാം ജനങ്ങളുടെ മനസ്സിനകത്തെ വികാരം മാത്രമല്ല. ചിലത് ഇങ്ങനത്തെ വോട്ടുകളുണ്ട്, BJP-യുടെ വോട്ടുണ്ട്, പിന്നെ അതിതീവ്രമായ നിലപാടെടുക്കുന്ന മുസ്ലിം സംഘടനകളുടെ വോട്ടുണ്ട്. എല്ലാ തരത്തിലും ഏത് വർഗീയതയായാലും, ഹിന്ദു വർഗീയതയായാലും, ഇസ്ലാം വർഗീയതയായാലും, അല്പാൽപമായി കടന്നു വരുന്ന ക്രിസ്ത്യൻ വർഗീയത, അങ്ങനെ കാര്യമായിട്ടല്ല വരുന്ന ഏത് വർഗീയതയായാലും ജനങ്ങളെ വിഘടിപ്പിക്കാനാണ് അത്തരം വർഗീയത ഉയർത്തുന്ന ശക്തികൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പോരായ്മകളുണ്ട്, ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെതായ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഇത്തരം കാര്യങ്ങളുണ്ട്. ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലും നോക്കിയാൽ കാണാവുന്ന മനസ്സിലാക്കാവുന്ന കണക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയൊരു കുത്തൊഴുക്കിനകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്തും ജനങ്ങളിത് മനസ്സിലാക്കും. എന്ത് പറഞ്ഞാലും ഇവരിത് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിലാണല്ലോ ഇത് ചെല്ലുന്നത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വസ്തുതകൾ എത്തിക്കാനുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം ഞങ്ങൾ നടത്തും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ടായ പരാജയം, ആ പരാജയത്തിന് ആക്കം കൂട്ടിയത് ഇത്തരം പല കാര്യങ്ങൾ കൂടിയാണ്. ഈ ഇതൊക്കെ പറയുമ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം കൊട്ടാരക്കലും വർക്കൗട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ടി ഈ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി എന്ന വിലയിരുത്തൽ ഒരു ഘടകം മാധ്യമപ്രവർത്തകർ അറിഞ്ഞതാണ്, നേതാക്കൾ തുറന്നു പറഞ്ഞില്ലെങ്കിലും. ഐഷാപ്പറ്റി പക്വതയോടെ നേരിട്ടതാണ് പാർട്ടിയുടെ വിജയത്തിന് അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ വിജയത്തിന് ഏറ്റവും നിർണായകമായ ഘടകം എന്നൊരു പോയിന്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും മറ്റ് ചില ഘടകങ്ങളും വിജയത്തിന് കാരണമായിരിക്കാം. അതെന്തൊക്കെയാണ്? നമ്മളെ ഏറ്റവും ആത്യന്തികമായിട്ട് ഇപ്പം ഞാൻ MLA ആയി 5 വർഷം എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ജനങ്ങൾ തന്നെ. എൻ്റെ മനസ്സിൽ ഏറ്റവും നന്നായി ഇവിടെ കാര്യങ്ങൾ നടക്കണമെന്നാണ്. 5 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ധനകാര്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇത്രയും ആ മന്ത്രിസ്ഥാനം പോകുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഉത്തരവാദിത്വ ബോധമാണ്. എവിടെ ഒരു ആശുപത്രി മരുന്നില്ലെന്ന് വന്നാലും നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുക, മരുന്ന് നമ്മൾ പണം കൊടുത്തോ ഇല്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വന്നു. അപ്പോൾ ആ ഉത്തരവാദിത്വമുണ്ട്, ഈ പറഞ്ഞ മണ്ഡലത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യങ്ങളിൽ ജനങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസമില്ല. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഞാൻ ഈ വളരെ ഇത്തരം കാര്യങ്ങളിൽ ആളുകളോട് വൈരാഗ്യത്തോട് പെരുമാറുന്ന സ്വഭാവമൊന്നുമില്ല. മന്ത്രി എന്ന നിലയിലായാലും MLA-മാർ അവരൊക്കെ മുൻ മന്ത്രിമാരും ഒക്കെയാണ്. അവരൊക്കെ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ പ്രതിപക്ഷത്തുണ്ടായിരുന്നു, പിന്നീട് അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലുള്ള ആളുകളെ എല്ലാം പറയുമ്പം അവരോട് കാര്യങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നൊരു സമയമാണ് മന്ത്രി എന്ന നില ചെയ്ത്. എല്ലാ സ്ഥലത്തും വേർകൃത്യം കാണിക്കാതെ തന്നെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിലായാലും ജനങ്ങൾ ഈ കൊട്ടാരക്കര മണ്ഡലത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. ഞാൻ ഇവിടുത്തെ MLA ആണ്. അതുകൊണ്ട് ഇവിടെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തേക്കും ഈ സമയത്തിനകത്ത് തന്നെ കൂടിയെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മോശമായ രീതി പറയുന്നതല്ല. ഞാനീ പറഞ്ഞു അവര് ഇങ്ങനെ നമ്മുടെ ഇന്ന് ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാൻ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് പോയി ജനങ്ങളുടെ മനസ്സിലേക്ക് അത് പറയുക എന്നല്ലാതെ
ഞങ്ങൾ വേറൊന്നും പറഞ്ഞില്ല. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇടതുപക്ഷത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ഹൃദ്യമായ ബന്ധം അത് ഇപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. കോൺഗ്രസിൽ നിന്ന് അത് കിട്ടുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ടാവുമായിരിക്കും, നല്ല കാര്യം. പക്ഷേ ഇതൊരു ഒരു ഫാമിലി, ഇത്രയും നാട്ടുകാരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് ഒരു ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ട് നിൽക്കുമ്പോൾ. കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ കോൺഗ്രസ്സുകാർക്ക് അതല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് നമ്മളോട് ഇങ്ങനെ ഒരു പിന്നെ പറ്റിച്ചിട്ട് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് അല്ലാതെ മോശമായ തരത്തിലൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ല, ഈ അമ്പലപ്പുഴയിലും പയ്യന്നൂരിലും ഒക്കെ ഒരു അറ്റാക്കിംഗ് മോഡായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായാലും പാർട്ടി പ്രവർത്തനം ഒക്കെ ഉണ്ടായത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇങ്ങനെ ഒരു രീതിയിലേക്കൊന്ന് ഓരോ സ്ഥലത്ത് വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ഓരോ സ്ഥലത്തെ ഇപ്പം അമ്പലപ്പുഴയിലെ പിന്നെ ഉള്ള സാഹചര്യം അവിടുത്തെ ശ്രീ ജി സുധാകരൻ എടുത്ത നിലപാടുകൾ തുറന്നായിരിക്കും അവിടെയും വരുന്നത്. പയ്യന്നൂർ, ഞാൻ അവിടുത്തെ ഓരോ സ്ഥലത്തെ പറയുന്നില്ല, അവിടെയൊക്കെ കുറച്ച് പയ്യന്നൂരൊക്കെ കുറച്ച് ആഭ്യന്തരമായ കാര്യങ്ങൾ കുറേ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ സ്ഥലത്ത് വ്യത്യസ്തമായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, ഒരു കാര്യവും ഇല്ല. നേരത്തെ തന്നെ ഒരു തർക്കവും ഒന്നുമില്ല. പെട്ടെന്ന് നട്ടപ്രാണെ അങ്ങ് പോയി എന്ന് പറയുന്ന പോലുള്ള സംഭവങ്ങളാണ് ഉണ്ടായി. എന്തായാലും കാര്യങ്ങളെ നമ്മൾ രാഷ്ട്രീയമായി ജനങ്ങളെടുത്ത് പറയുന്നതാണ് നല്ലത്. അല്ലാതെ ഇങ്ങനെ പോയി വാസ്തവത്തിൽ പിന്നെ സാധാരണ മനുഷ്യരാണെങ്കിൽ ഒരിക്കലും ഉൾക്കൊള്ളാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന തരത്തിൽ പോയാൽ പോലും അങ്ങനെ പറയാൻ പാടില്ല. രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുമ്പം കുറച്ചുകൂടെ പക്വതയോടുകൂടി കാര്യങ്ങളെ കാണുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോഴും ശ്രീമതി ഐഷാ പോറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളും ഒക്കെ വാസ്തവത്തിൽ അവരോടാൾക്ക് ഇവരിങ്ങനെ സംസാരിക്കുന്നല്ലോ, ഇങ്ങനെ ഇവരെ പോലെ 10-15 വർഷം നിന്ന് ഇതിനകത്ത് ഏറ്റവും ഈ മേഖലയിലെ ഏറ്റവും നല്ല അനുഭവങ്ങളുള്ള, അതുപോലെ ഭരണത്തിൻ്റെ എല്ലാ ഒരു MLA എന്ന നിലയിൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി മാത്രമല്ല അതിൻ്റെ എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും ഒക്കെ അനുഭവിച്ച ഒരാൾ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇത്രയും മോശമായി പറയാൻ പാടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് ആൾക്ക്. ഇത്രയും മോശമായിട്ട് അങ്ങനെ പറയാൻ പറ്റും എന്ന് ആൾക്ക് തോന്നുന്നുണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും. ഈ നിരവധി വികസന പദ്ധതികൾക്ക് കൊട്ടാരക്ക തുടക്കം ഇട്ട് കഴിഞ്ഞു. എങ്ങനെയായിരിക്കും അതിൻ്റെ തുടർച്ച? എങ്ങനെയായിരിക്കും? നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഗവൺമെൻറ് എന്ന നിലയിൽ തുടർന്ന് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ 5 വർഷക്കാലം, അതിനുമുമ്പത്തെ 5 വർഷക്കാലവും അതിനുമുമ്പത്തെ വർക്കുകൾ പലപ്പോഴും അങ്ങനെ പൂർത്തീകരിക്കുക. അതിനൊന്നും തടസ്സം ഉണ്ടാകാത്ത തരത്തിൽ തന്നെയാണ് കിഫ്ബിയുടെ മേജർ പദ്ധതികളായാലും മുൻ ഗവൺമെൻറ്റുകൾ എടുത്ത പദ്ധതികളായാലും ചെയ്യാൻ ശ്രമിച്ചത്. ഇവിടെ ഇപ്പോൾ വലിയ പദ്ധതികളാണ് നമ്മുടെ പൈപ്പ് ലൈനിലുള്ളത്. കേരളത്തിൽ വലിയ ഭാവി ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്, ബൈപ്പാസ് ഉൾപ്പെടെ. അത് MC റോഡിൻ്റെ ഒരു ആവശ്യമാണ്. അതിൻ്റെ മിക്കവാറും നടപടിക്രമങ്ങൾ, ഭൂമി എടുക്കുന്ന നടപടിക്രമങ്ങളുടെ അതിൻ്റെ ഇനിഷ്യലായിട്ട് പണം കളക്ടറുടെ അക്കൗണ്ടിലേക്ക് വരെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് പിന്നെ പുതിയ ഗവൺമെൻറ് സമീപനം എടുക്കുന്ന അതിൻ്റെ വിചാരം. അതുപോലെ തന്നെ നമ്മുടെ 2 കാര്യങ്ങൾ, IT പാർക്ക് ടെൻഡർ ചെയ്തു. ഊരാളുങ്കലിലാണ് അതിൻ്റെ ടെൻഡർ വന്നത്. പിന്നെ അതിനകത്ത് എന്തോ ഒരു തർക്കം ഓരോ കേസിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് റേറ്റ് സംബന്ധിച്ചു, കോൺട്രാക്റ്റാണ്. അതിനപ്പോൾ മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെ ഓൾറെഡി ടെൻഡർ ചെയ്ത പണിയെല്ലാം തുടങ്ങുന്നതായതാണ്. ഈ ബൈപ്പാസിൻ്റെ ലാൻഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് TB റെസ്റ്റ് ഹൗസിൽ ടെൻഡർ ചെയ്ത് കോൺട്രാക്ടർ പണി തുടങ്ങിയില്ലെന്നേ ഉള്ളൂ. മരം മുറിക്കാനുള്ളത് കൊണ്ടാണ്. അത് നേരത്തെ അത് ടെൻഡർ ചെയ്ത് 8 കോടി 8.5 കോടിയൊക്കെയാണ്. ദേവസ്വത്തിൻ്റെ അവിടെ വലിയൊരു ഗസ്റ്റ് ഹൗസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി. KSRTCയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി. ഇതെല്ലാം ആയത് സാധാരണഗതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കിട്ടേണ്ടതാണ്. അപ്പോൾ പുതിയ ഗവൺമെൻറ് അക്കാര്യത്തിനകത്ത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സ്റ്റെപ്പ് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വേറെ റോഡുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ എല്ലായിടത്തും പറഞ്ഞില്ല. ഈ വന്നേക്കുന്ന ധാരാളം നിർമ്മാണങ്ങളുണ്ട്. ഇപ്പോൾ മാർക്കറ്റുകൾ, ഇപ്പോൾ അതിനകത്ത് ചില MLA ഫണ്ട് തന്നെ വെച്ച് ആസ്തി ഫണ്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ രാഷ്ട്രീയ വ്യത്യാസം സാധാരണ കാണിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ഈ ബൈപ്പാസ് ഇവിടെ വലിയ സാമ്പത്തിക മേടുന്ന പദ്ധതി 300 കോടിയോളം വരും. അപ്പോൾ അത്രയൊക്കെ വരുന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറാകും. അത് തയ്യാറാവാതിരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാൻ ഇപ്പോൾ ഇതിനകത്ത് ഓരോ മന്ത്രിമാരുടെ, ഇപ്പോൾ മന്ത്രിമാരായേക്കുന്നവരുടെയും അവർ MLA മാരായിരിക്കുമ്പോൾ ആ മണ്ഡലങ്ങളിലൊക്കെ ഇതേപോലുള്ള വലിയ സ്കീമുകൾ വരുന്നതെല്ലാം നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു റോഡ് ഇവിടുന്ന് പോകുന്നു, അത് അവിടെ മുസ്ലിം ലീഗിൻ്റെ MLA അവിടെ പണിയണ്ട, അതിനപ്പുറത്ത് അങ്ങനെ വെക്കാൻ പറ്റില്ല. ഇത് MC റോഡ് പോലുള്ള വലിയ പ്രൊജക്റ്റ് കേരളത്തിൻ്റെ മധ്യ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ഇപ്പോൾ വെഞ്ഞാറമൂട് പണി നടക്കുന്നു, ഇവിടെ ബൈപ്പാസ് വരുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് 4250 കോടി രൂപ മുടക്കി MC റോഡ് അപ് ടു കോട്ടയത്തിന് 4 ലൈനിങ്, ജംഗ്ഷനുകളിൽ ബൈപ്പാസ്, ജംഗ്ഷനുകളിൽ പിന്നെ ഫ്ലൈ ഓവർ ബൈപ്പാസ് അപ്പോൾ പറഞ്ഞ ആയൂർ ബൈപ്പാസ് ഉണ്ട്, കിളിമാനൂർ. അങ്ങനെ ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ്. NH വികസനം പോലെ തന്നെയാണ്. അതിന് ഗവൺമെൻറ് കിഫ്ബി എന്ന് പറയുന്ന ഗവൺമെൻറ് സ്ഥാപനമല്ലേ, അതിനെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ അതിനേക്കാളും ഈ കൊട്ടാരക്കര ബൈപ്പാസ് അതിനേക്കാൾ മുമ്പ് തന്നെ ഇത്രയും പ്രോസസ്സ് ആയി കഴിഞ്ഞതാണ്. ബൈപ്പാസ് യാഥാർത്ഥ്യമാകാനായിട്ട് പ്രതീക്ഷിക്കേണ്ടതാണ്. അത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ 2 മണിക്കൂർ വരെ ബ്ലോക്ക് ആവുന്നത് കൂടുതൽ രൂക്ഷമാവത്തില്ല. ഈ നമ്മുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ഒരു പ്രധാന വിമർശനം നമ്മുടെ ഈ വികസന പദ്ധതികളൊക്കെ അവസാന വർഷത്തെ മാറി നീക്കി വെച്ചു എന്നുള്ളതാണ്.
അത് എങ്ങനെയാ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം അതെങ്ങനെയാണ്? എല്ലാ അവസാന വർഷം എന്ന് പറയാൻ പറ്റത്തില്ല. ബൈപ്പാസ് സത്യത്തിൽ 2ാം വർഷം കഴിഞ്ഞ് തുടങ്ങിയതാ. ഈ 3 വർഷം എടുക്കും ലാൻഡ് എടുക്കാനുള്ള. അത് നടപടിക്രമത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അവസാന വർഷം പ്രഖ്യാപിച്ച ചില പദ്ധതികളുണ്ട്. അവസാനത്തിന്റെ തൊട്ടുമുമ്പത്തെ വർഷം. അവസാന വർഷം ഇപ്പം ബഡ്ജറ്റ് വന്നല്ലോ ഉള്ളൂ. നമ്മുടെ നടപടിക്രമങ്ങളുടെ ഒരു താമസം തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ദേവസ്വത്തിന്റെ എത്ര പ്രാവശ്യം അതിന്റെ പുറകെ നടന്നിട്ടാണ് അതിന്റെ ഇതാവുന്നത്. ഇവിടുത്തെ ഈ റെസ്റ്റ് ഹൗസിൻ്റെ അത് ടെൻഡർ വരെ ചെയ്തു. മരം മുറിക്കാനായിട്ട് ഇപ്പം മരം മുറിക്കുന്നതിന് എത്ര പ്രാവശ്യം അവരുടെ വിളിച്ച് പറഞ്ഞു. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. റോഡുകൾ പലതും ഇപ്പം ധാരാളം റോഡുകളുണ്ട്. ഇപ്പോൾ വന്നേക്കുന്ന ഒരു കാര്യം, ഒരു പ്രതിസന്ധി ഞാൻ കാണുന്നത് ടാറിൻ്റെ വില വല്ലാതെ കൂടി. ഈ ഇന്റർനാഷണൽ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടല്ലോ, 42,000 ഒക്കെ ഉള്ളത് 1,00,000 മേളിലായി എന്ന് തോന്നുന്നു ടണ്ണിന്. കരാറുകാരെ ഇപ്പം ടാർ എടുക്കാൻ പറ്റത്തില്ല. അത് പുതിയ പിടിപിടി മന്ത്രിയായിട്ട് സംസാരിക്കേണ്ടതാണ്. ഞങ്ങൾ അതിനൊരു സ്കീമുണ്ട് സാധാരണ ഇത് കൂടിക്കഴിഞ്ഞാൽ കൊടുക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ ധാരാളം വരും. അപ്പോൾ ഈ അവസാന വർഷത്തേക്ക് വെച്ചത് മാത്രമല്ല, ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് നീണ്ടുപോയതുണ്ട്. ഇവിടെ തന്നെ ഇവിടുത്തെ മാർക്കറ്റ് ഇപ്പം കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്യുന്നതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, അത് മാർക്കറ്റ് ചെയ്തു വന്നപ്പോഴത്തേക്കാണ് പഴയ ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഫൗണ്ടേഷൻ്റെ പ്രശ്നം. അത് പലതവണ യോഗം വിളിച്ചിട്ടാണത് ശരിയായി. ഇപ്പോൾ ഞാൻ പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ആക്കുകയെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ശൈലി ഇല്ലാത്തൊരു പ്രശ്നം വന്നു. ബാലകൃഷ്ണ സാറിൻ്റെ സ്മാരകം അതിപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനകത്ത് കുറേയേറെ പണം നമ്മുടെ ആസ്തി ഫണ്ടിൽ നിന്നാണ്. ഇങ്ങനെ ഒരു പ്രായോഗികമായ പ്രശ്നമുണ്ട്. രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കിഫ്ബി തിയേറ്റർ കോംപ്ലക്സും ഒക്കെ ഇനി എങ്ങനെയാണ് ഇത് വരുന്നത് അവരെ കൊണ്ട് നല്ല സ്പീഡിൽ ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ പ്രോജക്റ്റാണ്. അതിനകത്ത് നവകേരള സദസ്സിൻ്റെ വർക്കായിട്ട് റോഡൊക്കെ പണിയാനാണ് ഓൾറെഡി പണിഞ്ഞു കഴിയാറ്. ഞാൻ തന്നെ അതുപോലെ വേണ്ട ഇത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് UDF MLA വിൽക്കുന്നത് റോഡിനകത്ത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. റോഡ് ചെയ്യുന്ന അല്ലല്ലോ, തിയേറ്റർ കോംപ്ലക്സ് പോലുള്ള വലിയ പദ്ധതികളെയാണ്. തിയേറ്റർ കോംപ്ലക്സ് പോലുള്ള വലിയ പദ്ധതി, ഡ്രോൺ റിസർച്ച് പാർക്കും സയൻസ് മ്യൂസിയവും ബഡ്ജറ്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ പുതിയ മന്ത്രിമാരുമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. കാരണം അതത് സ്ഥലങ്ങളിലെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത അനുഭവം എനിക്കുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ മണ്ഡലങ്ങളിൽ അത് ചെയ്യാനുള്ള ആവശ്യത്തിന് ഒരു വ്യത്യാസവും ഞാൻ കാണിച്ചിട്ടില്ല. ധനകാര്യമന്ത്രി എന്ന നിലയിൽ UDFന്റെ MLAമാരാണേലും LDFന്റെ MLAമാരാണേലും നമ്മൾ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള പ്ലാനിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യത്തിലൊന്നും നമ്മൾ തടസ്സം കാണിച്ചിട്ടില്ല. വേണമെങ്കിൽ മന്ത്രിമാർ വിചാരിച്ചാൽ സ്ലോ ആക്കാം കേട്ടോ. ഇപ്പോൾ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവും. ഞാനിപ്പം ഗവൺമെന്റിൽ നിന്ന് ഇപ്പോൾ നയപ്രഖ്യാപനം വന്ന് ഓർഡറായി മുന്നോട്ട് പോകുമ്പോൾ മണ്ഡലങ്ങളിലെ വർക്കുകളെ സംബന്ധിച്ച് അവരും പരിശോധിക്കുമല്ലോ. അപ്പോൾ അവരുടെ സംസാരിക്കണം വെച്ചിരിക്കുന്നത്. കാരണം ഇത്തരം വികസന കാര്യത്തിനകത്തൊന്നും സാധാരണ തർക്കങ്ങൾ വരരുത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ആദ്യമേ മത്സരിച്ചു, ജയിച്ചു, ധനമന്ത്രിയായി. ഇനിയിപ്പോൾ ഒരു 5 വർഷം MLA ആയിട്ടാണ്. എന്ത് തോന്നുന്നു? രണ്ട് നല്ല വ്യത്യാസമുണ്ട്. മന്ത്രിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ മൊത്തമുള്ള ഉത്തരവാദിത്വമാണ്. ഏത് സ്ഥലത്തൊന്നും എല്ലാ MLAമാരും മന്ത്രിമാരും എല്ലാം വിളിക്കുന്നത്, പ്രത്യേകിച്ചും മന്ത്രിമാരുടെ ഉത്തരവാദിത്വം വലുതാണ്. അതിനകത്ത് ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പിനും കൂടെ വേണ്ടതാണ്. അപ്പോൾ ആ ഒരു പ്രഷർ ഭയങ്കരമായിരുന്നു. പ്രത്യേകിച്ച് ആദ്യ വർഷങ്ങളിൽ നമ്മൾ ഭരണത്തിനകത്ത് ഈ ധനകാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ ഒരാൾ ചെല്ലുമ്പോൾ പരിചയത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. MLA എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. MLA ആകുമ്പോൾ നമുക്ക് അത്രയും ഈ ആളുകളുടെ മനസ്സിൽ നമ്മുടെ എല്ലാം ഇഷ്ടംപോലെ ഫണ്ട് ഇരുന്നിട്ട് കൊടുക്കുന്ന അല്ലല്ലോ. എന്നാൽ പ്രായോഗികമായി നല്ല ജോലി ചെയ്താലേ ഈ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും. അപ്പം നല്ല ബന്ധം, മന്ത്രിയായിരുന്നതിൻ്റെ ഒരു വലിയ പരിചയവും ബന്ധവും അതിനും കൂടെ ചെയ്യും. പിന്നെ പാർലമെന്റിൽ രാജ്യസഭാംഗമായിരുന്നതിൻ്റെ ഒരു ബന്ധമുണ്ടല്ലോ. അവിടെ എങ്ങനെയാണ് പാർലമെന്റിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ MLA എന്നുള്ള പ്രവർത്തനത്തെ സഹായിക്കും. ഇവിടെ ഈ കിട്ടുന്ന സമയം നമുക്ക് കുറച്ചുകൂടി ഇവിടെ പ്രായോഗികമായി കുറച്ചുകൂടി കാര്യങ്ങൾ, മനസ്സിലുള്ള കുറേയേറെ ആഗ്രഹങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടി തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെയൊക്കെ സഹായത്തോടെ. പിന്നെ നമ്മുടെ ഈ ജലലഭ്യത, പിന്നെ കൃഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറേ കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനും പറ്റുമെന്ന് കരുതുന്നു. എന്നാലും മന്ത്രിയാകുമ്പോൾ മന്ത്രിയുടേതായ കുറേ നമുക്കുള്ള ചുമതലയുള്ളപ്പം തന്നെ നല്ല അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏത് വകുപ്പിൽ വിളിച്ചു പറഞ്ഞാലും, ധനകാര്യമന്ത്രി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു കാര്യം തടസ്സപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അതിന് പെട്ടെന്ന് നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് അവർ അറ്റൻഡ് ചെയ്യും. ബഡ്ജറ്റിനകത്ത് നിന്നേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ പലരും വിചാരിക്കുന്ന ധനകാര്യമന്ത്രിയുടെ കുറച്ച് പണം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യും, അത് ചെയ്യാൻ പറ്റത്തില്ല. ബഡ്ജറ്റിൽ പ്ലാനിൽ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇങ്ങനൊരു തടസ്സമുണ്ട്, സ്പീഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും ആ വകുപ്പും വരും. കാരണം അവർക്ക് എല്ലാവർക്കും വേണ്ട ഒരു ആവശ്യമാണല്ലോ ധനകാര്യ വകുപ്പിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ഒരു സപ്പോർട്ട്. അത് കിട്ടും. അതുപോലുള്ള കാര്യങ്ങൾക്ക് ഉള്ള പിന്നെ പരിമിതികൾ വരാം. പക്ഷേ ഒരു സമയത്തും അധികാരത്തിനകത്ത് ചുമതലയുണ്ടായിരുന്നു പറഞ്ഞിട്ട് അഹങ്കാരം കാണിച്ചിട്ടൊരാളല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ പറ്റി എവിടെയും ആരോട് പറഞ്ഞാലും
നമ്മൾ അധികാരത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചിട്ട് അഹങ്കാരത്തിൻ്റെ ഒരു ഭാഷയൊന്നും ഉപയോഗിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും നല്ലതുപോലെ പെരുമാറുന്നു എന്നുള്ളത്, നല്ലപോലെ പെരുമാറിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ധനമന്ത്രി എന്ന സ്ഥാനത്തോട് നമുക്കൊരു അലങ്കാരത്തോട് താല്പര്യമില്ല. പക്ഷെ അത് നമുക്കുണ്ടാക്കിയ ടെൻഷനുകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഒക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട്? ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഹാർട്ട് ഓഫ് പിന്നെ ആൻജിയോപ്ലാസ്റ്റി ഈ വർഷം. അതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾ പുറത്തോട്ട് കാണിക്കുന്ന മുഖത്ത് നമ്മൾ കാണിക്കുന്നില്ലെങ്കിലും അതിശക്തമായ പ്രഷറാണ് ഈ ജോലിയുടെ. കാരണം എല്ലാ സമയത്തും ഇതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും സമയത്തെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. എന്നാലും അതിൻ്റെ സന്തോഷം ഇത് പൊട്ടിപ്പോയില്ല എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനം വലിയ ബാധ്യതകളാണല്ലോ ഗവൺമെൻറ് എടുത്തത്. പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 ആക്കി, സ്ത്രീകൾക്ക് സുരക്ഷാ പദ്ധതി അതൊക്കെ കൊടുത്തല്ലോ. അതെല്ലാം കൊടുത്തിട്ട് നിന്നു പോകുന്ന ഓരോരുത്തരും ബൈക്കാണ്. എന്നിട്ട് KSRTC 2000 കോടി രൂപ ഒരു വർഷം ശരാശരി കൊടുത്തിട്ടാണ് KSRTC നടപ്പിലാക്കിയത്. നേരത്തെ 24 KSRTC തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തിരുന്നു, പെൻഷൻകാർ. ഇപ്പോൾ പെൻഷൻകാർക്ക് പെൻഷൻ കൃത്യമായിട്ട് മാസം തോറും കൊടുക്കുന്നു, അത് കടമെടുത്താണ് കൊടുക്കുന്നത്. അതിനൊരു 7% DR നമ്മൾ കൊടുക്കും. എന്നാലും മനുഷ്യന് സന്തോഷം വരുന്നില്ല, പരാതി കാണും. ഇപ്പം സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുമ്പം കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹം കാണും. പക്ഷേ ഞാൻ ചുമതലയെടുക്കുമ്പോൾ 2-3 മാസത്തെ പെൻഷനൊക്കെ കഴിഞ്ഞ് താമസിച്ചായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അത് മാസം 100 ആക്കി. ശമ്പളം 1-ാം തീയതി കൊടുക്കുന്നു എന്ന് പറയുമ്പം അതിന് 50 കോടി രൂപയാണ് ഒരു മാസം സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. 80 കോടിയാണ് ശമ്പളം, 50 കോടി നമ്മൾ കൊടുത്തോണ്ടിരുന്നതാണ്. KSRTC ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വന്നിരുന്നു ഈ കാലത്ത്. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം റൂട്ടുകളും കുറച്ചുകൂടിയൊക്കെ വരുമാനമൊക്കെ വർദ്ധിച്ചു. പക്ഷേ KSRTC ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. എന്നാലും 2000 കോടി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും കാര്യങ്ങൾ നടത്തുകയും ചെയ്യാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അവസാനം ഏറ്റവും അവസാനത്തെ ദിവസം വരെ നമുക്ക് ടെൻഷനായിരിക്കും. കാരണം സെൻട്രൽ നിന്ന് കിട്ടാനുള്ള പണം ഒന്ന് താമസിപ്പിച്ചാൽ പോരെ, ഒന്ന് ചവിട്ടി പിടിച്ചാൽ പോരെ. നമുക്ക് സ്വാഭാവികമായിട്ട് ടാക്സിൻ്റെ ന്യൂസാണ് പറയുന്നത്, ടാക്സിൻ്റെ ഡിവിഷനാണ്. അതിലൊക്കെ പിന്നെ തടസ്സം വരാതെ പറ്റി. ഏറ്റവും സന്തോഷകരമായ കാര്യം 15ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ന്യായമായ വിഹിതം വല്ലാതെ കുറഞ്ഞു പോയിരുന്നു. 1.92% എന്ന് പറയും ഇന്ത്യയിലെ ആകെയുള്ളത്. അത് 2.38 2.4% ആയിട്ട് ഇപ്പോൾ വർദ്ധിച്ചു. ഈ ഏപ്രിൽ 1 മുതൽ 10,000 കോടി രൂപയാണ് കൊടുത്തത് ഈ വർഷം. UDF സർക്കാർ ഏതെന്ന് നോക്കിയിട്ടല്ലോ. എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനായി 5,000 കോടി 6,000 കോടിയൊക്കെ മിച്ചോട്ടിട്ട് പോയി, അതിങ്ങനെ ചിലവാക്കിയായിരുന്നെങ്കിൽ നമുക്ക് അത്രയും കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു കണ്ടിന്യൂറ്റിയാണ്. സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും കൃത്യമായി ശമ്പളം കൊടുത്തും ബാക്കി കൊടുത്തും പോകണം, ബാക്കി കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ 10,000 കോടി പുതിയ സർക്കാരിന് ഞങ്ങളുണ്ടായിരുന്നതിനേക്കാളും പെർസെൻറ്റേജ് അധികം വന്നുകൊണ്ട് ഒരു വലിയ ലോട്ടറിയാണ്. 10,000 കോടി ഒറ്റയടിക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു, LDF സർക്കാരായിരുന്നു തുടർന്നിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞ എല്ലാ കമ്മിറ്റ്മെന്റും കൃത്യമായി നടപ്പിലാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് നമ്മൾ എത്തി. ഇവർക്കും അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ സ്റ്റേറ്റിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് 16ാം ധനകാര്യ കമ്മീഷന് മുമ്പിൽ നമ്മൾ പ്ലീഡ് ചെയ്ത് വാദിച്ച് കണക്കുകൾ കൊടുത്ത് ഇത്രയും പണം വർദ്ധിപ്പിക്കാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമാണ്. പക്ഷേ ഫലമായപ്പോഴേക്കും ഫലം പറിച്ചെടുത്ത് കഴിക്കുന്നവരായിക്കോട്ടെ. ഇപ്പൊ ഞാൻ താമസിച്ചിരുന്ന പിന്നെ പൗർണമിയാണ്. അവിടെ ഞാൻ കൃഷിയോടൊക്കെ ഇച്ചിരി താല്പര്യമുണ്ട്. കർഷക സംഘത്തിന്റെ ഇതായിരുന്നു നമ്മൾ. അപ്പൊ ഞാൻ അവിടെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് മറ്റു ചില ഫലങ്ങൾ ഉണ്ടാകുന്ന സാധനമൊക്കെ വെച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തൊക്കെ നിറച്ച് കായ. അപ്പൊ എന്നോട് അവർ പറയുന്നത്, സാറേ അതിനകത്ത് ഇഷ്ടംപോലെ കായ, നമ്മൾ കായ അടുത്ത് വരുന്നവർ കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ മുമ്പ് ആരെങ്കിലും ഒക്കെ വെച്ചതല്ലേ നമ്മൾ മാങ്ങായും തേങ്ങായും ചക്കയും ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങിപ്പോകാതെ നോക്കുക എന്നുള്ളതല്ലേ നമ്മുടെ കാര്യം. എന്ന് പറയുന്ന പോലെ നമ്മുടെ പൂർവികർ ചെയ്തത് നമുക്ക് കിട്ടും, നമ്മുടെ തൊട്ടുമുമ്പത്തെ 5 വർഷമുള്ളവർ ചെയ്തതിന്റെ കുറച്ച് ഗുണം നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ചെയ്തത് സ്റ്റേറ്റിനാണെന്ന്. സ്റ്റേറ്റിന് ഒരു 10,000 കോടി വെച്ച് വർഷം അധികം കിട്ടുന്ന കാര്യം ചെയ്തു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും പിന്നെയും നമ്മളെ പറ്റി നുണയും പറയരുത്, കള്ളം പറയരുത്. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ തുറന്നു പറയാൻ സതീശൻ തയ്യാറാവും? ഇതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. വേണേ പറയാമെങ്കിൽ ഞങ്ങളായിരുന്നെങ്കിൽ 20,000 കിട്ടിയെന്ന് പറയും. വേണേ അങ്ങനെ പറയാം. ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള പാർട്ടികളെ എല്ലാം സഹകരിപ്പിച്ചിട്ട് ഈ ധനകാര്യ കമ്മീഷന് മുമ്പ് അവരുടെയും കൂടെ റെപ്രസെന്റേഷൻ കൊടുപ്പിച്ചു. എപ്പോഴും അങ്ങനെയാണ്, എല്ലാ പാർട്ടികളും അങ്ങനെയെല്ലാം കൊടുത്താൽ ചെയ്യുന്നത്. അതൊക്കെ സ്റ്റേറ്റിന്റെ പൊതു താല്പര്യമാണ്, അത് വ്യക്തി താല്പര്യമല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പൊതു താല്പര്യമാണല്ലോ. അതിനകത്ത് അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ള സന്തോഷമുണ്ട്. ഈ ഇന്ധനവില ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുക. അപ്പോൾ സെസ് ഒഴിവാക്കണമെന്നൊരു വലിയ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ ഇന്ധനവിലയുടെ കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ധനകാര്യമന്ത്രിയായിരുന്നു. ഇപ്പം ഇത്രയും പ്രാവശ്യം വർദ്ധിച്ചില്ലെങ്കിൽ 1-2 പ്രാവശ്യം 1 രൂപ 50 പൈസയൊക്കെ വർദ്ധിച്ചു. അപ്പോൾ സ്ഥിരമായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുമായിരുന്നു, സംസ്ഥാനം ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണം, അതുകൊണ്ട് സംസ്ഥാനത്തിന് ഈ വർധനയിൽ നിന്ന് കിട്ടുന്ന ആ അധിക നികുതി അപ്പം തന്നെ ഒഴിവാക്കി കൊടുക്കണം. അപ്പം 4 പ്രാവശ്യം വർദ്ധിച്ചു. എനിക്കൊന്നും 10 രൂപയിലധികം 7-8 രൂപയൊക്കെ വർദ്ധിച്ചു. ഇന്നൊരു കണക്ക് കിടക്കുന്നുണ്ട് 1,500 കോടിയോ മറ്റോ ഒരു വർഷം അധികം കിട്ടും സംസ്ഥാന ഗവൺമെന്റിന്. അപ്പോൾ അദ്ദേഹം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്
സംസ്ഥാനത്തിൻ്റെ അധിക നികുതി ഒഴിവാക്കണം. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. സാധാരണഗതിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം, 4 പ്രാവശ്യം വർദ്ധിച്ച് ഇനിയും വർദ്ധിക്കുമോ നോക്കിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്നാലും അന്നങ്ങനെ പറഞ്ഞിരുന്നത്. നമുക്ക് പിന്നെ ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിതം വല്ലാതെ ബുദ്ധിമുട്ടാവുന്ന സ്ഥിതി തന്നെയാണ്. 8 രൂപയുടെ വർധന ഉണ്ടായത്. 8 രൂപയുടെ വർധനയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഇവിടെ വില കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, പെട്രോളിനും ഡീസലിനും ഒക്കെ. ചെറിയ 1-2 കാര്യങ്ങളുള്ളൂ. നമ്മുടെ ഈ MC റോഡ് വികസനം വരുമ്പോഴേ ഏറ്റവും പ്രധാനപ്പെട്ട പുളക്കടയിലെ മേൽപ്പാലത്തിൻ്റെ അത് സാധ്യമാകുമോ? ഈ സ്കൂളിന് ചുറ്റുമുള്ള സ്കൂൾ ഞാനതിന് ഫണ്ട് വെച്ചിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ അവിടെ കുറച്ചുകൂടെ വീതിയെല്ലാം വരാനുള്ളതെന്നുള്ളതാണ് അത് പണിയാൻ. ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ആസ്തി എന്നാണ് വെച്ചിരുന്നത്. 80 ലക്ഷം മറ്റാന്ന് വെച്ച്. വീതി MC റോഡിന് വീതി വരുമ്പോൾ എന്തായാലും കുറച്ച് വരും. അതിനകത്ത് 2ാമത്തെ പാലവും വരേണ്ടി വരും. അപ്പോൾ ഇപ്പം ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അവർ എങ്ങനെ എടുക്കുന്നത് നോക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു മേൽപ്പാലം വരേണ്ടതാണ്. അതുപോലെ താമരക്കുടി റോഡിന് 25 ലക്ഷം വെച്ചിട്ട് വർക്കെതിരെ നടക്കാത്ത സംഭവമുണ്ട്. പാണ്ടിത്തിട്ട റോഡ് അതിന് പിന്നെ ഇപ്പോഴത്തെ ഈ ടാറിൻ്റെ പ്രശ്നമുണ്ടെന്നുള്ളൂ. അത് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കാര്യം ചെയ്യാം. കാരണം ചെയ്യേണ്ടതാണ്, അത്രേ സ്ഥലമേ ഉള്ളൂ. അത് ഈ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിപ്പെടുത്തിയിട്ട് നമ്മൾ വെച്ചത്. അപ്പോൾ അത് പിന്നെ ഇനി ടാറിൻ്റെ വില കൂടിയെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലുള്ള വല്ല കാര്യം വരുവാണെങ്കിൽ അത് നോക്കാം, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത് ചെയ്യാം. എന്തായാലും അത് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ഇത്തരം വർക്കുകൾ നമുക്ക് കിട്ടത്തില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ ഇവരെന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഈ മണ്ഡലത്തിലെ മിക്കവാറും റോഡുകൾ ഇപ്പോൾ ഇവിടെ എല്ലാം നോക്കും, റോഡുകളൊക്കെ BMBC നിലവാരത്തിൽ തന്നെ മിക്കവാറും സ്ഥലത്ത് അല്ലെങ്കിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. പുതിയ ഗവൺമെൻറ് അങ്ങനെ സമീപനം എടുക്കുമെന്ന് അറിയില്ല. നല്ല ക്വാളിറ്റിയിൽ റോഡുകൾ ഉണ്ടായാൽ തന്നെ നാടിന് വലിയ പുരോഗതി വരും. എല്ലാ സ്ഥലവും പാസയോഗ്യമാവും. നമ്മളിവിടെ ഈ പറഞ്ഞേക്കുന്ന പെൻഡിങ് കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ട്. പാലം യാഥാർത്ഥ്യമാവും. 2 പദ്ധതികൾ അവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന് നമ്മുടെ ഒരു തൂക്കുപാലം, മറ്റൊന്ന് ഒരു പിന്നെ മണ്ണടി അമ്പലത്തിൻ്റെ അവിടെ ചേർന്നുള്ള പാലം. അത് രണ്ടിനും സാധാരണ രീതിയിൽ ഇപ്പോൾ അവർ പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതൊന്നും മാറ്റാറില്ല സാധാരണ. അപ്പോൾ അത് അതിനകത്ത് കാണും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛയനുസരിച്ചാണല്ലോ ഈ ഉദ്യോഗസ്ഥന്മാർ ഒരു ബഡ്ജറ്റിൽ കിടന്നാലും അതെടുത്ത് വരുന്ന കാര്യമുണ്ട്. എന്താ നമ്മൾ ആത്മാർത്ഥമായിട്ട് അക്കാര്യത്തിൽ ശ്രമിക്കും. ഞങ്ങളെല്ലാം ചെയ്ത രീതി തന്നെയാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നതെങ്കിൽ അതിനൊന്നും തടസ്സം വരത്തില്ല. ഞാൻ പറഞ്ഞത് ബഡ്ജറ്റിൽ പറഞ്ഞൊരു കാര്യം, ഇന്ന MLA അന്യ മണ്ഡലത്തിലെ ഇപ്പോൾ കുണ്ട്ര എടുത്താലോ അപ്പുറത്ത് കരുനാഗപ്പള്ളി എടുത്താലോ കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ എടുത്താലൊക്കെ ഞാൻ ഓരോ സ്ഥലത്തും കടന്നിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ചെയ്ത നിലപാട് എനിക്കറിയാം. അപ്പോൾ അതേപോലെ PWD മന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടെ എല്ലാം എടുത്താലും ഓരോ സ്ഥലത്തും നമ്മൾ ചെയ്തതുപോലെ തന്നെ അവർ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് യാതൊരു സംശയം പറ്റില്ല. നമ്മുടെ 2 സ്വപ്ന, ഒന്നൊരു തൂക്കുപാലം, ചെറിയ പാലം, മറ്റൊന്ന് 2 പാലമാണല്ലോ അവിടെ. അപ്പോൾ ആ 2 പാലവും വരാൻ പറ്റും എന്ന് തന്നെയാണ് ബഡ്ജറ്റ് വെച്ചിട്ടുള്ളതാണ്. പണം വെച്ചിട്ടുണ്ട്, തടസ്സം വരില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു നിയമസഭയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ പല ഘട്ടങ്ങളിലും ഉയരേണ്ടി വരുന്നത് മിക്കവാറും ബാലഗോപാലിൻ്റെ ശബ്ദങ്ങളായിരിക്കും. എങ്ങനെയായിരിക്കും വരുന്ന കാല നിയമസഭ എന്ന വിലയിരുത്തുക? ഞങ്ങൾ 35 പേരേ ഉള്ളൂ. പക്ഷെ 35 പേര് ഉള്ളത് ഞങ്ങൾ ഇത്രയും നമ്പറിലേക്ക് ചുരുങ്ങിപ്പോകുമെന്ന് ധരിച്ചിരുന്നില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷം 40 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 2001 അന്നത്തെ ഇടതുപക്ഷം 40 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്പർ കുറവാണ് എന്നുള്ളൊരു പരിമിതി ഉണ്ടെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രവർത്തിക്കും. കാരണം നമുക്ക് നമ്മുടെ നമ്പർ കുറവാണെന്നുള്ളപ്പം എല്ലാവരുടെയും ഉത്തരവാദിത്വ ബോധം കൂടും. കൃത്യമായി ഉത്തരവാദിത്തത്തോടുകൂടിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും പ്രതിപക്ഷം എന്ന നിലയിൽ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഭരണപക്ഷത്തെ കൊണ്ട് ശരിയായ കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. അത് ഞങ്ങളെല്ലാം വളരെ സജീവമായ കാര്യത്തിനകത്തുണ്ടാവും. കാരണം വളരെ പരിചയസമ്പന്നനായ പിണറായിയുടെ നേതൃത്വത്തിൽ ഈ ടീം ഞങ്ങൾ ഇപ്പം നേരത്തെ ഉള്ളതിനകത്ത് ഇപ്പോൾ പിന്നെ രാജൻ, നമ്മുടെ CPIയുടെ ടീം, പിന്നെ നേതാക്കന്മാർ, ഞങ്ങളുടെ പ്രവർത്തകരായിട്ടുള്ള MLA മാർ, അതുപോലെ ജനത, മൂന്ന് ഘടകകക്ഷികളുടെ വാസ്തവത്തിൽ ഇപ്പോൾ ഉണ്ട്. ഞങ്ങളങ്ങനെ വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ പറ്റും. എന്തായാലും അത് ചെയ്യാൻ പറ്റുന്നു. പിന്നെ സ്വാഭാവികമായും കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളത് തന്നെയാണല്ലോ. ഇപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് കണക്ക് എടുത്തത് ഞാനല്ല, ഞങ്ങൾ ആരുമല്ല. നിങ്ങളെപ്പോലുള്ള ആളുകൾ വാർത്തകൾ കൊണ്ടുവരും. നാട്ടുകാരായിട്ടുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഞങ്ങൾ ഭരണത്തിരുന്നപ്പോൾ അതിശക്തമായി ഉയർത്തിയ പിന്നെ കാര്യങ്ങൾ കൊണ്ടുവന്നതുപോലെ തന്നെ നാട്ടുകാർ ഈ കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് ഇത് കളക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ നന്നായിട്ട് പ്രതിപക്ഷം എന്ന നിലയിൽ കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ഞങ്ങളെല്ലാം അതിൻ്റെ മുൻപന്തിയിലുണ്ടാവും എന്നാൽ അത് ആത്മവിശ്വാസമുണ്ട്. ധനമന്ത്രി എന്ന ഭാരമില്ലാതെയാണ് ഇക്കുറി KN ബാലഗോപാല് നിയമസഭയിലെത്തുക. ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എല്ലാ വിവരങ്ങളും എല്ലാ സോഴ്സുകളും അദ്ദേഹത്തുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ ആയിരിക്കും ഭരണപക്ഷം പ്രവർത്തിക്കുക എന്ന വിശ്വാസത്തോടെ ഈ സംവാദം ഇവിടെ അവസാനിക്കും.